ഞാൻ കണ്ടില്ല കണ്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു. ഒരുപാട് ആഗ്രഹിച്ചതാണ്. എല്ലാരും ആഗ്രഹിക്കും. ഇതൊന്നും അറിയില്ലല്ലോ. നിർത്തലാക്കിയില്ല. വിശ്വാസിനിയിലെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ്. സ്റ്റേറ്റ് അവാർഡല്ലേ? സ്റ്റേറ്റ് അവാർഡ്. എല്ലാരും സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ ഇത് സമയത്ത്. അല്ല ഇത് കേരളത്തിൽ സൂപ്പർ ഷോയില് നമ്മൾ നിർത്തലാക്കിയില്ല. ടെലിവിഷൻ അവാർഡിന് ഈ പ്രാവശ്യം വീണ്ടും തുടങ്ങിയതാണോ? അതറിയത്തില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ കഴിഞ്ഞ തവണ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയത്തില്ല, അതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോ ആദ്യം തന്നെ എന്ത് തോന്നി? ആദ്യത്തെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ചതാണ്. എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ ഉറപ്പായിട്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്നാ ഞാൻ പറയും. പ്രതീക്ഷിക്കുന്നു അവാർഡ്. എന്റെ അടുത്ത് ഇതിന്റെ റൈറ്റർ ഷബീർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ചിലപ്പോ കിട്ടും, നന്നായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ചെയ്യാൻ വേണ്ടിട്ട് പറയണമെന്ന് വിചാരിച്ചു. അപ്പം കിട്ടിയോ ഭയങ്കര സന്തോഷം. ഡയറക്ടറിനും ഉണ്ട്, രാജേഷ് തൽച്ചറാണ് ഡയറക്ടറിനും ഉണ്ട്, നമ്മളെ ഈ സർവീസ് ഫെസിലിറ്റിയും ഉണ്ട്. സെക്കൻഡ് തന്നെയായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുമ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടും പറയുമ്പോ അതിനൊരു എന്താ തോന്നുന്നത്? സന്തോഷം. പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയണേ, ഞാൻ ആഗ്രഹിച്ച ഒന്നാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടാന്നുള്ളത്. പക്ഷെ അത് സർവീസ് ഫെസിലിറ്റി കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നിങ്ങൾ വേറെ തന്നെ ഈ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അനുമോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ 24 ഇങ്ങനെ അനുമോൾക്ക് പുരസ്കാരം. അതെ, പക്ഷെ അതിൽ മെയിൻ ഹെഡിങ് സഞ്ജു സാംസൺ പുറത്തെന്നായിരുന്നു. ഞാൻ കണ്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു സഞ്ജു സാംസൺ പുറത്തെന്നുള്ള ഹെഡിങ്. ചേട്ടനായിരിക്കും തെറ്റിദ്ധരിച്ചത്. അതാരാണ് തെറ്റിദ്ധരിച്ചത്? അതായിരുന്നു മെയിൻ ഹെഡിങ്. അതിന്റെ തൊട്ട് താഴെയായിരുന്നു അനുമോൾക്ക് ആദരവ് എന്താ പുരസ്കാരം. ആണോ? അത് ന്യൂസും അപ്പൊ ഞങ്ങൾ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുന്നില്ലേ, ഓരോ ന്യൂസും ടീമിൽ സഞ്ജു സാംസൺ പുറത്തായതിനെ ഇതാക്കിയതാന്ന് വിചാരിച്ചു. എന്തായാലും അനുമോള് അടിപൊളിയാവട്ടെ.